1800 വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 14 ഒരാളെ തലവെട്ടിക്കുന്നു. പിന്നീട് ആ ദിവസമാണ് നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 3-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് രണ്ടാമൻ അവിടെയുള്ള ആളുകൾ തന്റെ സൈന്യത്തിൽ ചേരാത്തതിന്റെ പേരിൽ ഇനി അവിടെ ആരും വിവാഹം കഴിക്കരുതെന്നും തന്റെ വാക്ക് തെറ്റിച്ച് ആ നാട്ടിൽ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവരെ ജയിലിൽ അടച്ച് മരണശിക്ഷ കൊടുക്കുമെന്നും ഉത്തരവിറക്കുകയാണ്. അപ്പോഴാണ് സെന്റ് വാലന്റൈൻ എന്ന ബിഷപ്പ് രംഗത്തേക്ക് വരുന്നത്. അയാൾ അവിടെ പ്രണയത്തിലായിരുന്ന യുവാക്കളെ ഒരുമിപ്പിച്ച് വിവാഹം നടത്തി കൊടുക്കുകയാണ്. രാജാവിന്റെ ഉത്തരവ് ലംഘിച്ചതിനാൽ വാലന്റൈനെ പിടികൂടി ജയിലിലടച്ചു. അദ്ദേഹത്തിന് മരണശിക്ഷ വിധിക്കുകയും ചെയ്തു. ജയിലിലായിരുന്നെങ്കിൽ കൂടിയും അവിടെയുള്ള ആളുകളുമായി വാലന്റൈൻ വളരെ സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ജോലി ചെയ്തിരുന്ന ജയിൽ വാർഡന്റെ കാഴ്ചയില്ലാത്ത മകളുമായി അയാൾ പ്രണയത്തിലാകുന്നത്. പറയപ്പെടുന്നത് പ്രകാരം വാലന്റൈനുമായുള്ള പ്രണയത്തിന് ശേഷം അവൾക്ക് കാഴ്ച തിരികെ ലഭിച്ചു. എന്നാൽ AD 270 ഫെബ്രുവരി 14 രാജാവിന്റെ ഉത്തരവ് പ്രകാരം വാലന്റൈന്റെ തലവെട്ടി വധശിക്ഷ നടപ്പിലാക്കുകയാണ്. മരണത്തിന് തൊട്ടുമുമ്പ് തന്റെ പ്രിയപ്പെട്ടവൾക്ക് യുവർ വാലന്റൈൻ എന്ന് ഒപ്പിട്ട ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ലോകമെമ്പാടുമുള്ള പ്രണയിതാക്കൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പാർട്ട്ണറിന് അയച്ചു കൊടുക്കുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.